ലോകകപ്പ് ഫുട്ബോൾ മേളയോടനുബന്ധിച്ച് കേരള വിഷൻ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ഗോൾസ് ഓൺ കൺട്രി റോഡ് ഷോയുടെ ഭാഗമായി എടപ്പാളിൽ സംഘടിപ്പിച്ച സൗഹൃദ ഫുട്ബോൾ മത്സരം ആവേശകരമായി. സിഒഎ എടപ്പാൾ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൂക്കരത്തറ ടർഫിൽ വെച്ച് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ലോകകപ്പ് ഫുട്ബോൾ മേളയോടനുബന്ധിച്ചും ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രകടിപ്പിച്ചുമാണ് കേരള വിഷൻ സംസ്ഥാന തലത്തിൽ ഗോൾഡ് ഓൺ കൺട്രി റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. റോഡ് ഷോയുടെ ഭാഗമായി സിഒഎ എടപ്പാൾ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കരത്തറ ടർഫിൽ വെച്ച് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. സൗഹൃദ മത്സരത്തിന്റെ ഉദ്ഘാടനം എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സിന്ധു നിർവഹിച്ചു. എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റാണ്. എടപ്പാൾ കേരള വിഷൻ ചാനൽ പ്രേമികളെ, നമ്മുടെ കേരള വിഷൻ ഇന്നിവിടെ നമ്മുടെ ലഹരിക്കെതിരെയുള്ള ഒരു ഫുട്ബോൾ മേളയാണ് നടക്കുന്നത്. ഈ ഫുട്ബോൾ മേളയിൽ വന്ന് പങ്കെടുക്കാനെത്തിയ എല്ലാ രണ്ട് ടീമിനും വളരെയധികം നന്ദിയും നമസ്കാരവും പറയാണ്. കൂടാതെ നമ്മൾ ലഹരിക്കെതിരെയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ചിറക് മറ്റേ ലഹരിക്കെതിരെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുട്ബോൾ തന്നെയാണ് അതിന്റെ ഒരു പ്രധാന പങ്ക്. കാരണം നമുക്ക് ചിറകുകൾക്ക് അതിരുകളില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചിറകുകൾക്ക് ശക്തി പകരുന്നതാണ് നമ്മുടെ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏതായാലും നിങ്ങളുടെ ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഈ മഴയാണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്തായാലും ഇതിന് നമുക്ക് ഒരു പന്തി എല്ലാ രാജ്യവും ഒന്നിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ നാട് ഒരുമിച്ച് നിൽക്കാമെന്നാണ് നമുക്ക് ഇതിനോട് പറയാനുള്ളത്. സിഒഎ ജില്ലാ സെക്രട്ടറി പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം കെ പി അച്യുതൻ, സിഒഎ ഭാരവാഹികളായ രഘുനാഥ്, വിനു കുമ്പിടി, ബിജു കുമാർ, അബ്ദുൾ മജീദ്, സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന മത്സരത്തിൽ കൈവേ കാടഞ്ചേരി വിജയിച്ചു. ഷൂട്ടൌട്ടും ലോകകപ്പ് ക്വിസും സൗഹൃദ ഫുട്ബോൾ മത്സരങ്ങളും കോർത്തിണക്കിയാണ് റോഡ് ഷോ നടത്തുന്നത്. കാസർഗോഡ് നിന്നും ആരംഭിച്ച റോഡ് ഷോ 15-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും. എഡ്സ വിനു, എടപ്പാൾ.